ഒരു റിലേഷൻഷിപ്പിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തി ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ആ റിലേഷൻഷിപ്പിൽ തുടർന്നുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് അയാൾ ഉപേക്ഷിക്കാൻ വയ്യ എന്നുള്ളതാണ്. അവർക്ക് അയാളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രെഫറൻസ് കിട്ടുന്നില്ല, മുൻഗണന കിട്ടുന്നില്ല. സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പുറകെ നടക്കുകയാണ്, പക്ഷേ ഉപേക്ഷിക്കാനും വയ്യ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോക്സിക് എന്ന പേഴ്സൺ എപ്പോഴും ടോക്സിക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. അതങ്ങനെ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ജീവിതം തന്നെ സ്പോയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊരു വിഷയത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് പറ്റും, പക്ഷെ അത് നമ്മളാണ് വിചാരിക്കേണ്ടത്. വേണ്ട, ഒരു വിഷയം നമുക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ ഒരു സേഫ് കോർണറിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതായത് ടോക്സിക് പേഴ്സണെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വലിച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അനുകമ്പയും ദയയും നമുക്ക് തോന്നും തോറും ആ ടോക്സിക് പേഴ്സൺ നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ, നമ്മുടെ ജീവിതം സ്പോയിൽഡ് ആവുകയും ചെയ്യുകയുള്ളൂ. കാരണം ടോക്സിക് ആയൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്.